നമസ്കാരം കുഞ്ഞുങ്ങളെ. ലേൺ ഹിന്ദി വിത്ത് കൽ ടീച്ചർ എന്ന ചാനലിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ കിഡ്കി ആ പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ആ പാഠത്തിലെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. देखिए, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. AC के बजाय जनरल कोच से सफ़र का आनंद लेना, इसका मतलब क्या हो सकता है? AC के बजाय, AC के പകരം जनरल कोच से सफ़र का आनंद लेना, जनरल കോച്ചിൽ യാത്രയുടെ ആനന്ദം അനുഭവിച്ചറിയുക. इसका मतलब क्या हो सकता है? ഇതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ, धनी लोग अक्सर AC में यात्रा करते हैं. ധനി ലോഗ് മീൻസ് പണക്കാർ, റിച്ച് പീപ്പിൾ. അക്സർ ഒരു പക്ഷേ AC में യാത്ര करते हैं, AC-യിലാണ് യാത്ര ചെയ്യുന്നത്. ജബ്കി മധ്യവർഗീയ ലോഗ് എന്നാൽ ഇടത്തരക്കാർ, മധ്യവർഗീയ മീൻസ് മിഡിൽ ക്ലാസ് ആളുകൾ, സാമാന്യതഃ യഥാർത്ഥത്തിൽ ജനറൽ കോച്ചുമേയും സഫർ करते हैं. അവരെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. ജനറൽ കോച്ചിക്ക് യാത്രാമേം ഫീ, ജനറൽ കോച്ചിൻ്റെ യാത്രയിലും एक अलग आनंद और अनुभव होता है. ജനറൽ കോച്ചിൻ്റെ യാത്രയിലും ഒരു അലഗ് ആനന്ദ്, ഒരു പ്രത്യേക ആനന്ദവും അനുഭവവും ഒരു എക്സ്പീരിയൻസും ഉണ്ടാവുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവതി കാ ഗല രുദ്ധ് ജാനേ കാ കാരണം ക്യാ ഹോ സക്താ ഹെ? യുവതിയുടെ തൊണ്ട, ഗല തൊണ്ട, രുദ്ധ് ജാന ഇടറുക, തൊണ്ട ഇടറാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാവാം? ആൻസർ, അസൽമേൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ. ഷാൾ കാ ദാം 250 रुपये ഥ, ഷാളിൻ്റെ വില 250 രൂപയായിരുന്നു. പത്നിക്ക് ബാർ ബാർ മോൾഭാവ് കർണേസെ, ഭാര്യ ബാർ ബാർ പലതവണയായിട്ട്, മോൾഭാവ് കർണ മീൻസ് ഇങ്ങനെ വിലപേശുക, ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. യുവതിക്കോ ബഹുത്ത് നുക്സാൻ സഹിനപ്പെടാം, യുവതിക്ക് ഒരുപാട് നുക്സാൻ മീൻസ് എന്താണ്? നഷ്ടം. സഹിനപ്പെട സഹിക്കേണ്ടി വരുന്നു. അപ്നി മജ്ബൂരി സോച്ചക്കർ ഉസ്കാ ഗല രുദ്ധ് ഹോഗ, അവരുടെ ആ ഒരു കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരവസ്ഥ, ആ ഒരവസ്ഥ വന്നപ്പോൾ അവരുടെ മജ്ബൂരി, അവരുടെ ഒരവസ്ഥ ചിന്തിച്ച് അവരുടെ തൊണ്ട ഇടറി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വഹ് ഏക് ബാർ മേ ഭി 150 മേ മാൻ ഗയി, ഒറ്റ തവണ പറഞ്ഞപ്പോൾ, ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ 150 മാൻലി, 150 രൂപയ്ക്ക് അവർ സമ്മതിച്ചു. ഗൽത്തിക്ക് ഥോടാ തോൽമോൾ ഔർ കർണാ ചാഹിയേ ഥ, തെറ്റാ ചെയ്തത്, കുറച്ചുകൂടി വിലപേശണമായിരുന്നു, അല്ലെങ്കിൽ വിലപേശാമായിരുന്നു. ഇസ് കഥൻസെ, ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലോകോങ്കെ ആളുകളുടെ കിസ് മനോഭാവുക്ക പരിചയമിൽത്താഹി, ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ആൻസർ, ലോഗ് ഹമേഷ ചാഹത്തെ ഹേ കി, ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് വസ്തു കംസേ കം കീമത്തുമേ മിലെ, വസ്തുക്കൾ ഏത് തിങ്സ് ആയാലും കുറച്ച് വിലയ്ക്ക് കിട്ടുക എന്നുള്ളതാണ്. യഹ് കഥൻ, ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്വാർത്ഥി और മോൾഭാവ് करने वाली മാനസികത കാ പരിചയ ദേത്താ ഹെ, ഈ ഒരു പറച്ചിൽ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് സ്വാർത്ഥി മീൻസ് സെൽഫിഷ്, സ്വന്തം കാര്യം നോക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെയും മോൾഭാവ് करने वाली എന്ന് വെച്ചാൽ വിലപേശുന്നവരുടെയും മാനസികത, ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ നമുക്ക് പരിചയ ദേത്താ ഹെ ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 4. उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. लेखक के पिताजी और उस युवती में कौन सा समानता हो सकती है? उनकी आंखों में भी वही नमी थी, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഈ നനവുണ്ടായിരുന്നു. ജോ ആജ്, ഇന്ന്, ഉസ് യുവതിക്ക് ആംഖോ മേ ഥി, ഇന്ന് ആ നനവ് ഈ യുവതിയുടെ കണ്ണുകളിലും കണ്ടു. लेखक के पिताजी और उस युवती में कौन सा समानता हो सकती है? ലേഖകൻ്റെ അച്ഛനും
യുവതിയും തമ്മിൽ എന്ത് സമാനതയാണുള്ളത്? നോക്കിയേ, ലേഖകക്കെ പിതാജി और वह യുവതി, ലേഖകൻ്റെ അച്ഛനും ആ യുവതിയും, ദോനോം രണ്ടുപേരും, റെയിൽഗാഡിയുമേം, റെയിൽഗാഡിയിൽ മീൻസ് ട്രെയിനിൽ, സാമാൻ ബേച്ചുകർ സാധനങ്ങൾ വിറ്റ്, മേഹനത്ത് സേ ഹാർഡ് വർക്ക് ചെയ്ത്, ജീവൻ യാപ്പൻ കർത്തേതേ നമ്മൾ കഴിഞ്ഞുകൂടിയിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം, അവരുടെ അന്നന്നത്തെ ദിവസങ്ങളിലെ ഓരോ ചിലവുകളും കഴിഞ്ഞിരുന്നത് എങ്ങനെയാണ്? ട്രെയിനിലെ സാധനങ്ങൾ വിറ്റാണ്. ജീവൻ യാപ്പൻ കർത്തേതേ എന്ന് വെച്ചാൽ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത് അങ്ങനെയായിരുന്നു. ധോനോങ്കി ആങ്കോമേ രണ്ടുപേരുടെയും കണ്ണുകളിൽ, സംഘർഷ് ഔർ ദുഃഖ് കി സമാന് നമി ദിഖായി ദേത്തി ഹെ രണ്ടുപേരുടെയും കണ്ണുകളിൽ സംഘർഷ് എന്ന് വെച്ചാൽ ആ ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ ആ ടെൻഷൻ്റെ, ആ സംഘർഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സമാന നമി ഒരുപോലെയുള്ള ആ ഒരു നനവ് ദിഖായി ദേത്തി ഹെ കാണാൻ കഴിയും. ഇതാണ് ആകെയുള്ള 4 ക്വസ്റ്റ്യൻ ആൻസറും. പിന്നീട് നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ പിന്നീടുള്ളത് കഹാനി പടേ और रिक्त स्थान की पूर्ति करे. കഹാനി വായിച്ചിട്ട് താഴെയുള്ള വിട്ടുപോയ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്ന്. നോക്കിയേ, ലഘുകഥ എന്ന് സെൻറ്ററിൽ എഴുതിയിട്ടുണ്ട്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഘട്ന, പാത്ര, സ്ഥാൻ. ഇത് പട്കഥയായിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം. നോക്കിയേ, ഘടന എന്ന് വെച്ചാൽ എന്താണ്? സംഭവം, ഇൻസിഡൻറ്റ്. പാത്രം എന്ന് വെച്ചാൽ എന്താണ്? കഥാപാത്ര. സ്ഥാൻ മീൻ എന്താണ്? പ്ലേസ്, സംഭവം നടന്നത് എവിടെ. അപ്പോൾ ഘടന എന്നുള്ളിടത്ത് നമുക്ക് എന്തെഴുതാം? സംഭവം എന്താണ് എന്ന ഭാഗത്ത് നമുക്ക് എന്തെഴുതാം? റെയിൽഗാഡി കെ ജനറൽ കോച്ചുമേ യാത്ര കർണേ വാല ഏക് പരിവാർ. അപ്പോൾ സംഭവം എന്താണ്? റെയിൽഗാഡി കെ ജനറൽ കോച്ചുമേ ട്രെയിനിൻ്റെ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്ന ഒരു പരിവാർ, ഒരു കുടുംബം, അതാണ് സംഭവം. ഇനി പാത്രം ആരൊക്കെയാണ്? കഥാപാത്രം ആരൊക്കെയാണ്? അപ്പോൾ ഈ ഘടന നമുക്ക് ദൃശ്യമായിട്ട് എഴുതാം. നമ്മളൊരു പട്കഥ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എങ്ങനെ എഴുതും എന്നുള്ളതും പറഞ്ഞുതരാം. നോക്കിയാൽ ഒരു പട്കഥ എഴുതുമ്പോൾ 4 പോയിൻ്റ് അതിലുണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് ദൃശ്യ, അതായത് സീൻ. അതിപ്പോൾ ഈ ഘടനയുടെ താഴെ പറഞ്ഞിരിക്കുന്നത് അത് സീനായിട്ട് എഴുതാം. ഇനി ദൃശ്യ കഴിഞ്ഞ് രണ്ടാമത്തെ പോയിൻ്റാണ് പാത്ര, അതായത് കഥാപാത്രങ്ങൾ ആരൊക്കെ. ദൃശ്യ, പാത്ര. പാത്രം ആരൊക്കെയാണ്? പതി, പത്നി, ബച്ചെ, ഷോൾ ബേച്ചിനെ വാലെ സ്ത്രീ, പിന്നെ സഹയാത്രിക, ട്രെയിനിലുള്ള മറ്റുള്ള യാത്രക്കാർ. ഇത്രയാണ് കഥാപാത്രം. മെയിൻ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പതി, പത്നി, ബച്ചെ. ഇനി സമയം എഴുതാം. അപ്പോൾ സമയം എങ്ങനെ എഴുതും? സമയം നമുക്ക് ഇപ്പോൾ അറിയാം, ട്രെയിനിൽ നമുക്ക് രാവിലെയാണ് പോകുന്നതെന്നെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് അത് എഴുതേണ്ടത്. സുബഹ്, രാവിലെ ആണെങ്കിൽ സുബഹ് എന്ന് എഴുതാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം എഴുതാം. ഉച്ചയ്ക്കാണെങ്കിൽ ദോപ്പഹർ, വൈകിട്ടാണെങ്കിൽ ശ്യാംകോ, രാത്രിയാണെങ്കിൽ രാത്ത്. പിന്നെന്താണ്? ദൃശ്യം എഴുതി, സമയം എഴുതി, പാത്രം എഴുതി. ഇനി സംവാദമാണ്. സംവാദം മീൻസ് എന്താണ്? കോൺവെർസേഷനാണ്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്നുള്ളത്. അപ്പോൾ അത് ആ പാരഗ്രാഫ് നോക്കി നിങ്ങൾക്ക് എഴുതാം. ഇനി ഇതിനകത്ത് നോക്കി, സ്ഥാൻ എന്നുള്ളത് എവിടെയാണ്? റെയിൽഗാഡിയാണ്. റെയിൽഗാഡിക്ക് ഡിബ്ബ എന്ന് വെച്ചാൽ ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് പട്കഥ പോലെ നിങ്ങൾക്ക് എഴുതാം. ഇനി അതിൻ്റെ താഴെ നോക്കി, നമൂനയ്ക്ക് അനുസാർ വാക്യോങ്കോ ബദൽക്കർ ലിഖി. മാതൃക അനുസരിച്ച് വാക്യത്തെ ചേഞ്ച് ചെയ്തെഴുതുക. ഗ്രാമറാണ് ഇത്. ഷാദി കാ ബുലാവ ആയ. അപ്പം അടുത്ത കോളത്തിൽ എന്താ തന്നേക്കുന്നത്? ഷാദി കാ ബുലാവ ആയാ ധ, അതിൻ്റെ കൂടെ ധ പാസ്റ്റ് ചേർത്തു. ധ മീൻസ് പാസ്റ്റിൽ നടന്ന കാര്യം. ധ ധേ ധി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആയിരുന്നു, നടന്നിരുന്നു, അത് പാസ്റ്റിൽ നടന്നതാണ്. അതുപോലെ പത്നി ബാത്തോമേ മഷ്ഗൂൾ ഹോ ഗയി. ഹോ ഗയിയുടെ കൂടെ ധീ ചേർത്തു. സ്ത്രീലിംഗം വന്നുകൊണ്ടാണ് ധീ വന്നത്. പുല്ലിംഗമാണെങ്കിൽ ധ. നോക്കി, അടുത്തത് രണ്ടാമത്താണ് തന്നിരിക്കുന്നത്, ആദ്യത്തെ എഴുതണം. അപ്പോൾ രണ്ടാമത്തെ എന്താ? ലടുക്ക ബെഞ്ച് പർ ബൈഠാ ധ. അപ്പോൾ നമ്മൾ ആദ്യത്തിനകത്ത് എന്തെഴുതണം? ധ എഴുതരുത്. ലടുക്ക ബെഞ്ച് പർ ബൈഠ. അതുപോലെ രണ്ടാമത്തെ കുളത്തിൽ മീനു ബാസാർ കി ഓർ ചലി ദി. മീനു ബാസാർ കി ഓർ ചലി. അടുത്തത് നമ്മൾ തനിയെ 2 എണ്ണം എഴുതണം. അത് നിങ്ങൾ പുസ്തകത്തിൽ നോക്കി
രണ്ടെണ്ണം എഴുതുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം മീനു ബാസാർ കി ഓർ ചലി, മീനു ബാസാർ കി ഓർ ചലി ഥി. അടുത്തത് വഹേക്ക് ബാർ ഹി 150 മാൻ ഗയി, വഹേക്ക് ബാർ മേം ഹി 150 മാൻ ഗയി ഥി. പിതാജി ബാസാർ സെ സാമാൻ ലായേ, പിതാജി ബാസാർ സെ സാമാൻ ലായേ ഥേ. രാഹുൽ जोर से बोला, രാഹുൽ जोर से बोला था. മാതാജി യഹ് ബാത്ത് ഭൂൽ ഗയി, മാതാജി വഹ് ബാത്ത് ഭൂൽ ഗയി ഥി. അത്രയും മനസ്സിലായല്ലോ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 13 रेलगाड़ी के अनुभव ने पति को अपने पिता की याद दिलाई, उसकी डायरी लिखी. അവൻ റെയിൽഗാഡിയിലെ അനുഭവം ഭർത്താവിന്, പതിക്ക് തൻ്റെ പിതാവിനെ ഓർക്കാനുള്ള ഒരവസരമായിരുന്നു അല്ലേ. ട്രെയിൻ വെച്ചുള്ള ഒരു അനുഭവം. എന്താണ്, അച്ഛനെ പറ്റി ഓർക്കേണ്ടി വന്നു. ഉസ്കി ഡയറിയിലേക്ക്, പതിയുടെ ഡയറി എഴുതുക. ഇതൊരു ക്വസ്റ്റ്യൻ. ഡയറി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡയറി എഴുതുമ്പോൾ എപ്പോഴും നമ്പർ ഇട്ടിട്ട് ഡയറി എന്ന് എഴുതുക. ബോക്സിനുള്ളിൽ വേണം ഡയറി എഴുതേണ്ടത്. ഡയറി എന്ന് എഴുതുന്നത് ബോക്സിന് വെളിയിൽ. ഡയറിയിൽ അതിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണ്. ഡയറി നമ്മൾ ബോക്സിനകത്താക്കി വേണം എഴുതേണ്ടത്. ഡയറി എന്ന് ആദ്യം എഴുതണം, അണ്ടർലൈൻ ചെയ്തിട്ട് വേണം, പിന്നെ ബോക്സ് വരച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ ഡയറി എഴുതാവൂ, വലിച്ചു വാരി എഴുതരുത്. അപ്പം പതിയുടെ ഡയറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? അപ്പം നമ്മൾ ഡേയും ഡേറ്റും വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേയും ഡേറ്റും വെക്കുക. ഇവിടെ നമ്മളിപ്പം 5 ഡിസംബർ 2024 ഒരു ഡേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം. പിന്നെ അത് ഏത് ദിവസമാണെന്നുള്ളത്. ഇവിടെ രവിവാർ, സൺഡേ എന്ന് ഞാനിട്ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് ഇടാം. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? ആജ് മേം പരിവാർ കെ സാത്ത് ട്രെയിൻ സെ ഹോഷിയാർപൂർ ജാ രഹാ ഥാ. ഞാൻ ഇന്ന് പരിവാർ കെ സാത്ത്, ഫാമിലിയോടൊപ്പം ട്രെയിനിൽ ഹോഷിയാർപൂരിൽ ജാ രഹാ ഥാ. ട്രെയിൻ മേം, ട്രെയിനിൽ എക് യുവതി ഷോൾ ബേച്ച് രഹി ഥി. ട്രെയിനിൽ ഒരു യുവതി ഷാൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്കി മേഹനത്ത് ഓർ ആംഖോങ്കി നമി ദേക്കർ, അവളുടെ പരിശ്രമവും കണ്ണിലെ നനവും കണ്ടപ്പോൾ മുജ്ജെ, എനിക്ക് അപ്പനെ പിതാജിക്ക യാദാകി, എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വേഫി, അദ്ദേഹവും, അദ്ദേഹം എന്ന് പറയുന്ന ആരാണ്? പതിയുടെ അച്ഛനും. ട്രെയിൻ മേം സാമാൻ ബേച്ചതേത്, ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. യഹ് ഘടന, ഈ സംഭവം മേരേലിയെ അവിസ്മരണീയ ദ്രഹി, ഈ സംഭവം എന്നിൽ അൺഫോർഗട്ടബിൾ എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്തതായിരുന്നു. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയേ, കഹാനിക്ക് കിഡ്കി അനേക ആശയോങ്ക സൂചക. കഹാനിയിലെ ഈ സ്റ്റോറിയിലെ കിഡ്കി എന്ന ചാപ്റ്ററിൻ്റെ പേര് ഒത്തിരി ആശയങ്ങളുടെ ഒരു സൂചകമാണ്. എന്താണെന്നത് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കിഡ്കി എന്ന് പറഞ്ഞാൽ? എന്താണ്? ജനൽ അല്ലേ. ജനലിൽ കൂടാണ് പുറത്തേക്ക് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കിഡ്കി ബാഹർ और दूसरों को जीवन को देखने का माध्यम है. ഈ ജനൽ എന്ന് പറയുന്നത് വെളിയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാനുള്ള ഒരു മീഡിയമാണ്. ഇസ് കഹാനിമേ, ഈ കഥയിലെ കിഡ്കി पति को अपने पिता और ഷാൾ बेचने वाली युवती के संघर्ष को समझने का അവസർ देती है. ഈ കഥയിലൂടെ ജനൽ എന്ന പേര് വന്നതിലൂടെ പതിക്ക് തൻ്റെ അച്ഛനെയും ഷോൾ വിൽക്കുന്ന യുവതിയെയും പറ്റിയുള്ള അവരുടെ സംഘർഷം നിറഞ്ഞ ജീവിതം മനസ്സിലാക്കാനുള്ള അവസരം, അതിനെപ്പറ്റി അദ്ദേഹം ജനലിലൂടെ നോക്കി ഇങ്ങനെ ഓർക്കുകയായിരുന്നു. അതുകൊണ്ട് ഇസലിയെ യഹ് ആശ और സംവേദന का പ്രതീക, ഇത് ആശയുടെയും സംവേദനയുടെയൊക്കെ പ്രതീകമാണ്. ആശയുടെയും സംഘർഷം നിറഞ്ഞ ജീവിതത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, കഹാനി കേലിയ और एक शीर्षक സുझായി. ഈ കഹാനിക്ക് വേറൊരു ടൈറ്റിൽ കൊടുക്കാമോ? और उसका औचित्य भी बता. എന്താണ് അത് കൊടുത്തിരിക്കുന്നതിൻ്റെയും കൂടെ ഒന്ന് പറയാം. നമുക്ക് വേറെ എന്ത് കൊടുക്കാം? ആംഖോങ്കി നമി കൊടുക്കാം ഇല്ലേ, കണ്ണുകളിലെ നനവ്. ആ ഒരു ഹെഡിങ് ഈ കഥയ്ക്ക് ചേരും അല്ലേ. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഷോൾ ബേച്ചിനെ വാലി യുവതി അവർ പതിക്കെ പിത. ഷോൾ വിൽക്കുന്ന യുവതിയും നമ്മുടെ പതിയുടെ അച്ഛനും. ദോനോങ്കെ ജീവന്മേൻ, രണ്ടുപേരുടെ ജീവിതവും സംഘർഷഭരിതമാണ്. ഉൻകി ആംഖോങ്കി നമി, അവരുടെ കണ്ണുകളിലെ നനവ്. ഉൻകെ ദുഃഖ് അവർ മേഘനത്തുക്കോ ദർശാത്തിക്ക്, അവരുടെ ദുഃഖത്തെയും അവരുടെ ഹാർഡ് വർക്കിനെയും കാണിക്കുന്നു.
ദർശാത്തി ഹെ കാണിക്കുന്നു. ഇസലിയെ അതുകൊണ്ട് യഹ് ശീർഷക് ഉപയുക്ത് ഹെ ഈ ശീർഷക് അതിന് യോജിച്ചതാണ്. മനസ്സിലായല്ലോ. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. മീനിങ്സൂടൊക്കെ നോക്കണം കേട്ടോ. അതിനകത്തു നിന്നൊക്കെ നമുക്ക് അർത്ഥമൊക്കെ ചോദിക്കാം. മതലബ് ക്യാ ഹേ, അർത്ഥ ക്യാ ഹേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠം നല്ലതുപോലെ പഠിക്കുക, ആശയങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക, ആക്ടിവിറ്റീസൊക്കെ നല്ലതുപോലെ പഠിക്കുക. കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയുക. എല്ലാ കുഞ്ഞുങ്ങളും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.